ഞാൻ നിങ്ങളോട് പത്രക്കാരോട് ഞാൻ പറയാം, ഞാനൊരു ഡിബേറ്റ് നടത്താം, നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ. ഞാനല്ല, ഞാൻ നേതൃത്വം കൊടുത്ത് ഞാൻ കേരളത്തിലെ എക്സ്പേർട്ടുകളെ ഇരുത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ സംഭരണത്തിലെ തിരികെ കയറ്റലുകൾ വഴി നഷ്ടപ്പെട്ടു പോയ സംഭരണത്തിന്റെ കണക്ക് ഞാൻ പറയാം. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ റെഡിയാണോ? സത്യസന്ധമായ കാര്യം കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഡോക്യുമെന്റലായിട്ട് ഞാൻ പറയാം. 1 അല്ല 10 അല്ല 100 അല്ല 1000 കണക്കിന് എത്രയോ വർഷമായിട്ട് കേരളത്തിലെ പൊതുരാഷ്ട്രീയ മണ്ഡലം സമരം ചെയ്ത് നേടിയെടുത്ത ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ നിങ്ങളോട് മാപ്പും പറയാൻ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. നഷ്ടപ്പെട്ടു പോയി എന്ന് എനിക്ക് ബോധ്യമുള്ളൊരു കാര്യത്തെ ഞാൻ ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ടില്ല എന്നും പറയില്ല. പോയത് പോയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാ കേരളത്തിൽ ഞങ്ങളെ കമ്മ്യൂണിറ്റി, ഞങ്ങളുടെ സമുദായം, ഞങ്ങൾ ആ സമുദായത്തെ പൂർണ്ണമായിട്ട് അജണ്ട ഉണ്ടാക്കിയിട്ട് അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി നഷ്ടപ്പെടുത്തുമ്പോൾ നോക്കിയിരിക്കാൻ എന്തിനാ മുസ്ലിങ്ങൾ യാതൊരു മടിയില്ലാതെ എന്നെ പറയുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നാണല്ലോ. പിന്നെ എന്തിനാ അത്? ഭരണഘടനാപരമായ അവകാശമാണ് ഞാൻ ചോദിക്കുന്നത്. ഭരണഘടനാപരമായ അവകാശം, ജനസംഖ്യാനുപാതികമായ പരിഗണന. ആ പരിഗണനയ്ക്ക് വേണ്ടി വാദിക്കുന്നത് വർഗീയതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഗുരു വർഗീയവാദിയാണ്, അതെ, പിന്നെ മന്നത്ത് പത്മനാഭൻ വർഗീയവാദിയാണ്, അയ്യങ്കാളി വർഗീയവാദിയാണ്.